ഞാൻ ഇന്നൊരു പപ്പടം ചുട്ടതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ട്. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് പനി വന്ന ഉമ്മ കഞ്ഞി പപ്പടം അടുപ്പിൽ ചുട്ട് കണലിൽ ചുട്ട് തരും. ഇന്നത്തെ കാലത്ത് ആ ഒരു രീതിയൊന്നും ആരും പപ്പടം ചുട്ടും കഞ്ഞിയൊന്നും കൊടുക്കലില്ല. പക്ഷേ ഞങ്ങളെ കുട്ടിക്കാലത്ത് ചുട്ട് തന്നീനി. അപ്പം ഇന്നിപ്പോൾ തീയും കണലൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ ഉപ്പ് നന്നായിട്ട് ചൂടാക്കുക, ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ട് ആ ഉപ്പിലേക്ക് പപ്പടം ഇട്ട് കൊടുക്കുക. അപ്പോൾ അതേമാതിരി പൊള്ളച്ചിന് വരും പപ്പടം. അപ്പം തീക്കണലൊന്നും ഇല്ലാതെ പപ്പടം പൊള്ളിച്ചെടുക്കാം. അപ്പോൾ ഇത് പിന്നെ ഇപ്പം അങ്ങനെ തീയും കണലൊന്നും ഇല്ലല്ലോ. ഇപ്പം ചുട്ട പപ്പടമൊന്നും ആരും കുട്ടികൾക്ക് കൊടുക്കില്ല. അതുപോലെ എണ്ണയൊന്നും പറ്റാത്തവർക്കൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ പപ്പടം ചുട്ട് കൊടുത്താൽ നല്ലതാണ്. ഞങ്ങളെ കുട്ടിക്കാലത്ത് ഇങ്ങനെ പനി ഉണ്ടാകുമ്പോൾ അങ്ങനെ ഇതേപോലെ പപ്പടം ചുട്ട് തരിക. അതുപോലെ ഉണ്ട് ഒരു നാരങ്ങ മുളകിട്ടുണ്ട് ഒരു അച്ചാറുണ്ട്. അന്ന് അവരൊക്കെ ആ ഒരു കാലത്തുള്ള അച്ചാർ അങ്ങനെയാണ്. പിന്നെയാണ് കടുകറുത്തും വെളുത്തുള്ളി ഇട്ടൊക്കെ ഉള്ള അച്ചാറുണ്ടായത്. അപ്പോൾ ആ ഒരു അച്ചാർ കൂട്ടിയാൽ ഇപ്പോഴും നാവിൽ വെള്ളമുറ. ഞാൻ ആ അച്ചാർ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ഞാൻ ആ ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ട് വരാം. അപ്പം ഇതാണ്ടോ നന്നായിട്ട് പൊള്ളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു പപ്പടം. എണ്ണയൊക്കെ പറ്റാത്തവർക്കൊക്കെ ഈ രീതിയിലൊക്കെ ചുട്ടെടുക്കാം. നല്ല പടപടേനെ പൊടിയുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.